Hi friends, Assalamu alaikum. Welcome back Shanshabi Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ മീൻ പൊള്ളിച്ച റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതൊന്ന് ഇനേബിൾ ചെയ്ത് ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇന്ന് മീൻ പൊള്ളിക്കാൻ പോകുന്നത്. എല്ലാവരും കരിമീൻ കൊണ്ട് പൊള്ളിക്കാൻ നേരത്തെ ഞാനിപ്പോൾ ഇവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ താരം മത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതെടുത്തിരിക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ്, പക്ഷേ സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലേക്ക് ആവശ്യം. പിന്നെ കുറച്ച് പൊടികളും, അത്രയേ ഉള്ളൂ. നമുക്കൊരു ചെറിയൊരു ജാറെടുത്ത്, പൊടിക്കുന്ന ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലാണ് നമുക്ക് നേരത്തിൽ പേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അതിലേക്ക് 1.5 ടീസ്പൂൺ ഞാൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് ആവശ്യമുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെ ആക്കാം. അങ്ങനെ തന്നെ ഞാൻ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അത് 1.5 ടീസ്പൂൺ ധാരാളമാണ്. പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ ഒരു 2-3 എണ്ണം മതി. പിന്നെ ഒരു വലിയൊരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 7 അല്ലി ചെറിയ ഉള്ളി. പിന്നെ ഇതിലേക്ക് ആവശ്യം നമ്മളെ ചീനമുളകാണ്. നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് കട്ടി പുളിനീരാണ് ആവശ്യം. ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിലിട്ടാൽ മതി. എന്നിട്ട് നല്ല പോലെ കട്ടിയുള്ള പുളിനീരാണ് നമുക്ക് ആവശ്യം. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് നമുക്ക് ആവശ്യം. എത്രത്തോളം തിക്നെസ് ഉണ്ട് നിങ്ങൾക്ക് അത് ഒഴിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നല്ല പോലെ ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. അതിന് മുമ്പ് ഇതിൽ കുറച്ച് പൊടി ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂൺ മുളക് പൊടിയും, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വേണം ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കില്ല. ആ പുളിനീരൻ്റെ ധാരാളമാണ്. നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയാണ് മീനൊന്നും എടുത്തിട്ട് നല്ലപോലെ ഉപ്പൊന്നും ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്യണം. നമ്മൾ നേരെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ എത്രയാണ് മീൻ എടുക്കുന്നത് അതിനാവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. അതിന് കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നല്ല പോലെ ഉപ്പൊക്കെ നല്ല നേരത്തിൽ എല്ലാത്തിനും പിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മസാല ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ കൈകൊണ്ട് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് പിടിക്കണം. ഇത് പൊള്ളിച്ചെടുമ്പോൾ ആ മസാല ടേസ്റ്റ് എടുക്കും ആ മീനിലുണ്ടാവുക. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കരിമീൻ മാത്രമല്ല, മത്തിയും പൊള്ളിക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. നമുക്കിത് 1 മണിക്കൂർ ഒരു ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴെ വെച്ചാൽ മതി. ഇത് നേരെ ഞാൻ ഇനി ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി എടുക്കുന്നുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ചട്ടി സെറ്റ് ചെയ്യാൻ പോകുകയാണ്. അതായത് താഴ്ഭാഗത്ത് നമ്മൾ വാഴയില വെച്ചിട്ടാണ്, വാട്ടിയിട്ടൊന്നുമല്ല, നേരെ പൊട്ടിച്ച് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. വാഴയില കഴുകിയിട്ട് അടിയിലൊന്ന് സെറ്റ് ചെയ്യാണ്. ആദ്യം താഴത്തൊന്ന് സെറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്നുകൂടെ സെറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ടില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച 1 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ വെച്ച് മാഗ്നേറ്റ് ചെയ്ത നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാം. നമ്മളിത് പൊള്ളിച്ചെടുക്കല്ലേ. ഇപ്പോൾ എല്ലാതും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കറിവേപ്പില, ഞാനൊരു 3 തണ്ടാണ് വെക്കുന്നത്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അത് പൊള്ളിച്ച് കിട്ടുമ്പോൾ കിട്ടുക. പിന്നെ നമ്മൾ 3 പച്ചമുളകുകൾ എടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് എരിവുള്ളതാണ്, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എടുത്ത് കളയാൻ വേണ്ടി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഭംഗിയാണ് കാണുമ്പോഴും, പിന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അതിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ടാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഓയിലൊന്നും യൂസ് ചെയ്യില്ല. നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒന്ന് വെച്ചിട്ട് നമുക്ക് നേരെങ്കിലും ഒന്ന് കവർ ചെയ്യാം. ഫിനിഷിംഗ് ഒക്കെ നിങ്ങളുടെ പോയിരിക്കും. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കരിമീൻ പൊള്ളിക്കുന്നത് പോലെ തന്നെ ഈ ഒരു സംഭവം ചെയ്തെടുക്കാം. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റാണ്, അത്ര വലിയ പണിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുപ്പിൽ കൊണ്ടുവയ്ക്കാം. അടുപ്പിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ടേസ്റ്റ് വേറൊന്നാണ്. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത മൺചട്ടി നേരെ ക്ലീൻ ചെയ്തിട്ട് അതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് കിട്ടുന്നത് വെയിറ്റ് ചെയ്യാം. അതിന് പൊളിച്ച് വരുന്നുണ്ട്. ഇങ്ങനെയൊന്ന് കളർ മാറുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കളർ മാറിക്കഴിഞ്ഞാൽ അധികം തീ കത്തിക്കരുത്. ആ ചട്ടിയുടെ മുകളിൽ കുറച്ച് കനലിലിടുക. എന്നിട്ട് ആ ഒരു കനലിലായിരിക്കണം ഇനി നമുക്ക് മീൻ പൊള്ളിക്കുന്നത്. നമുക്ക് കനൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തത്. ഇതിപ്പോൾ ഇങ്ങനെ കാണാനില്ല, അതുകൊണ്ട് തന്നെ ലൈറ്റ് ഓഫ് ചെയ്യാൻ കാരണം. പിന്നെ ഇത് ശരിക്കും വെന്തിക്കണമെന്ന് അറിയണത്, നമ്മൾ മീനൊക്കെ നല്ല സെറ്റ് ആയിക്കണമെന്ന് അറിയണത് ആ വാടയുടെ അടിഭാഗം നല്ലപോലെ കരിഞ്ഞ് വരണം. വാടി വന്നാൽ പകുതി വെന്തിക്കണമെന്നാണ്, കരിഞ്ഞ് വന്നാൽ ഫുള്ളായിട്ട് സെറ്റ് ആയിക്കണമെന്നാണ്. അത് കാണാൻ പറ്റുന്നുണ്ടാവും അടിഭാഗം കരിഞ്ഞത്. നമ്മുടെ തുറക്കുമ്പോൾ ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ്. കാരണം എനിക്ക് കുറച്ച് ക്ഷമ കുറവാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തായി, കാരണം ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ കൊണ്ട് ചൂടായാലും സാരമില്ല അപ്പോൾ തുറന്നതാണ്. നമ്മുടെ മീൻ സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം, കാരണം ആ കരിഞ്ഞ ഭാഗം കുറച്ച് മൊരിഞ്ഞ ഭാഗമല്ലേ, അത് കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുക. ഭയങ്കര ചൂട് തന്നെയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ കൊണ്ട് എടുത്ത് നോക്കുകയാണ്. നമ്മൾ ചൂടായിട്ടൊക്കെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.